ഹായ്, ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് സ്ട്രക്ചേർഡ് കോഡിംഗ് ടെക്നിക്ക്, അതേപോലെ തന്നെ കോഡിംഗ് സ്റ്റൈൽസ്, കോഡിംഗ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഗൈഡ് ലൈൻസ്. ആദ്യം സ്ട്രക്ചേർഡ് കോഡിംഗ് ടെക്നിക്ക് എന്താണെന്ന് നോക്കാം. സ്ട്രക്ചേർഡ് കോഡിംഗ് is a programming paradigm aimed at improving the clarity, quality, and development time of a computer program by making use of control structures like loops, conditionals, as well as routines such as functions and modules. ഈ സ്ട്രക്ചേർഡ് കോഡിംഗ് എന്താണെന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രാമിൽ ലൂപ്സ്, കണ്ടീഷണൽസ്, അതേപോലെ തന്നെ ഫങ്ഷൻസ്, മൊഡ്യൂൾസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ആ പ്രോഗ്രാമിൻ്റെ ക്ലാരിറ്റിയും ക്വാളിറ്റിയും അതേപോലെ തന്നെ ഡെവലപ്മെൻറ്റ് ടൈമും ഒക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നതാണ് സ്ട്രക്ചേർഡ് കോഡിംഗ് എന്ന് പറയുന്നത്. സ്ട്രക്ചേർഡ് കോഡിംഗ് ടെക്നിക്സ് എൻകറേജ് എ ലോജിക്കൽ ആൻഡ് സിസ്റ്റമാറ്റിക് അപ്രോച്ച് ടു പ്രോഗ്രാം ഡിസൈൻ ആൻഡ് ഡെവലപ്മെൻറ്റ്. ഒരു പ്രോഗ്രാം ഡിസൈനിലും ഡെവലപ്മെൻറ്റിലും ലോജിക്കൽ ആൻഡ് സിസ്റ്റമാറ്റിക് അപ്രോച്ചാണ് ഈ സ്ട്രക്ചേർഡ് കോഡിംഗ് ടെക്നിക്ക് കൊണ്ടുവരുന്നത്. Structured coding techniques have been widely adopted because they lead to more manageable, efficient, and reliable software development. ഈ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൽ കൂടുതൽ മാനേജബിളും എഫിഷ്യൻറ്റും അതേപോലെ തന്നെ റിലയബിളും ഒക്കെ ആകാൻ ഈ സ്ട്രക്ചേർഡ് കോഡിംഗ് ടെക്നിക്ക് വൈഡ്ലി എല്ലാവരും അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. By organizing code into logical structures, developers can write code that is easier to understand, modify, and maintain, ultimately resulting in higher quality software product. അതായത് ഈ ലോജിക്കൽ സ്ട്രക്ചേഴ്സ് ആയിട്ട് കോഡിനെ ഓർഗനൈസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഡെവലപ്പേഴ്സിന് ഈസി ആയിട്ടുള്ള കോഡും അതേപോലെ കോഡ് റൈറ്റ് ചെയ്യാം, അതേപോലെ തന്നെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്ന കോഡ്, അതുപോലെ തന്നെ മോഡിഫൈ ചെയ്യാനുള്ള എളുപ്പം, മെയിൻറ്റെയിൻ ചെയ്യാനുള്ള എളുപ്പം, അതുകൊണ്ടൊക്കെ തന്നെ ഇതൊരു ഹൈ ക്വാളിറ്റി സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റായിട്ട് മാറുകയും കൂടി ചെയ്യും. Here are some key concepts related to structured coding technique. First one is modular programming. മോഡുലാർ പ്രോഗ്രാമിംഗ് പേരിൽ തന്നെ മൊഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഓരോ പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ആദ്യം ഫങ്ഷൻസ് ഓർ പ്രൊസീജിയേഴ്സ്. അതായത് പ്രോഗ്രാംസ് ആർ ഡിവൈഡഡ് ഇൻ ടു സ്മോൾ മാനേജബിൾ ഫങ്ഷൻസ് ഓർ പ്രൊസീജിയേഴ്സ്. പ്രോഗ്രാമിനെ കൂടുതൽ മാനേജബിൾ ആക്കാൻ വേണ്ടിയിട്ട് സ്മോൾ ഫങ്ഷൻസ് അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് ആയിട്ട് തിരിക്കുന്നു. ഓരോ ഫങ്ഷനിനും അതിൻ്റേതായിട്ടുള്ള ഒരു സ്പെസിഫിക് ടാസ്ക് ഉണ്ടായിരിക്കും. ഈച്ച് ഫങ്ഷൻ പെർഫോംസ് എ സ്പെസിഫിക് ടാസ്ക് പ്രൊമോട്ടിംഗ് റീയൂസബിലിറ്റി ആൻഡ് ഈസ് ഓഫ് ഡീബഗിങ്. അതുകൊണ്ട് തന്നെ റീയൂസബിലിറ്റിയും ഉണ്ടാവും, ഡീബഗ് ചെയ്യാനും എളുപ്പമായിരിക്കും. അടുത്തത് മൊഡ്യൂൾസ്. Functions are grouped into modules, which are self-contained units representing a specific aspect of the program's functionality. Modules എന്ന് പറയുന്നത് ഫങ്ഷൻസിനെ മൊഡ്യൂൾസ് ആയിട്ട് ഗ്രൂപ്പ് ചെയ്യുന്നത്. അതായത് ഈ മൊഡ്യൂൾസ് സെൽഫ് കണ്ടെയ്ൻഡ് യൂണിറ്റ്സ് ആയിരിക്കും. അത് ഓരോന്നും റെപ്രസെന്റ് ചെയ്യുന്നത് പ്രോഗ്രാം ഫങ്ഷനാലിറ്റീൻ്റെ സ്പെസിഫിക് ആസ്പെക്ട്സ് ഒക്കെ ആയിരിക്കും. അടുത്തത് കൺട്രോൾ സ്ട്രക്ചേഴ്സ്. അതിൽ സീക്വൻസ് എന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷൻസ് ആർ എക്സിക്യൂട്ടഡ് സീക്വൻഷ്യലി വൺ ആഫ്റ്റർ ദി അതർ. ഓരോ ഇൻസ്ട്രക്ഷനും സീക്വൻഷ്യലി എക്സിക്യൂട്ട് ചെയ്യാം. പിന്നെ സെലക്ഷൻ അല്ലെങ്കിൽ ഡിസിഷൻ. അതായത് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അലോ ഡിഫറെൻറ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ് ബേസ്ഡ് ഓൺ സർട്ടൺ കണ്ടീഷൻസ്. ഈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഇഫെൽസ് പോലെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ്, അങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് സർട്ടൺ കണ്ടീഷൻസിനനുസരിച്ച് കോഡിനെ എക്സിക്യൂട്ട് ചെയ്യും. അതുപോലെ തന്നെ ഐട്രേഷൻ, അതായത് ഇപ്പോൾ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സിനെ പറ്റി പറഞ്ഞ അടുത്തത് ലൂപ്സ് വരുന്നതാണ് ഈ ഐട്രേഷനിൽ. ലൂപ്സ് ഇനേബിൾ ദ റെപ്പിറ്റീഷൻ ഓഫ് എ ബ്ലോക്ക് ഓഫ് ഇൻസ്ട്രക്ഷൻസ് അൺടിൽ എ സ്പെസിഫിക് കണ്ടീഷൻ ഇസ് മെറ്റ്. ഒരു സ്പെസിഫിക് കണ്ടീഷൻ മെറ്റ് ചെയ്യുന്നത് വരെ ഒരു ഒരു ബ്ലോക്ക് ഓഫ് ഇൻസ്ട്രക്ഷന് അത്രയും ടൈം ലൂപ്പിൽ എക്സിക്യൂട്ട് ചെയ്യുന്നു. അതിനാണ് ഐട്രേഷൻ യൂസ് ചെയ്യുന്നത്. അടുത്ത ഡീബഗിങ് ആൻഡ് ടെസ്റ്റിംഗ്. Incremental development. Build and test the program incrementally, adding features one at a time and testing thoroughly before moving on to the next. അതായത് ഇൻക്രിമെൻ്റൽ ഡെവലപ്മെൻറ്റ് പേരിൽ തന്നെ ഉണ്ട്. ഇൻക്രിമെൻ്റലി പ്രോഗ്രാം ടെസ്റ്റ് ചെയ്യുക. അതായത് ബിൽഡ് ചെയ്ത് കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഓരോ ഫീച്ചേഴ്സ് ആഡ് ചെയ്യുമ്പം അതിനെ ഓരോന്നിനെയും ടെസ്റ്റ് ചെയ്യുക, മറ്റൊന്നിലേക്ക് പോകുന്നതിന് മുന്നേ. അടുത്തത് സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്, ഡിക്ലറേറ്റീവ് ലാംഗ്വേജ്. അതായത് സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് SQL നമ്മളിപ്പം പഠിച്ചിട്ടുള്ളതാണ്. It is a domain-specific language used for managing and manipulating relational databases. Relational databases manage ചെയ്യാനും മാനിപ്പുലേറ്റ് ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യുന്ന ഡൊമൈൻ-സ്പെസിഫിക് ലാംഗ്വേജ് ആണ് SQL എന്ന് പറയുന്നത്. ഇറ്റ് ഫോളോ സ്ട്രക്ചേർഡ് പ്രിൻസിപ്പിൾ ഫോർ ക്വറിങ് ആൻഡ് അപ്ഡേറ്റിംഗ് ഡാറ്റാസ് അപ്ഡേറ്റ് ചെയ്യാനും ക്വറി ചെയ്യാനും ഒക്കെ ഈ SQL ഈ സ്ട്രക്ചേർഡ് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്നുണ്ട്. അടുത്തത് കോഡിംഗ് സ്റ്റൈൽസ്. കോഡിംഗ് സ്റ്റൈൽ എന്താ ആയിരിക്കും, പേര് കണ്ടിട്ട് തന്നെ തോന്നുന്നത്. അതായത് നമ്മുടെ കോഡ് എങ്ങനെ കാണാൻ എങ്ങനെ, അത് തന്നെയാണ് ഈ കോഡിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത്. കോഡിംഗ് സ്റ്റൈൽ ഈസ് ഹൗ യുവർ കോഡ് ലുക്സ്. കോഡിംഗ് സ്റ്റൈൽ, ഓൾസോ നോൺ ആസ് പ്രോഗ്രാമിംഗ് സ്റ്റൈൽ, ഈസ് എ സെറ്റ് ഓഫ് റൂൾസ് ഓർ ഗൈഡ് ലൈൻസ് യൂസ്ഡ് വെൻ റൈറ്റിംഗ് ദ സോഴ്സ് കോഡ് ഫോർ എ കമ്പ്യൂട്ടർ പ്രോഗ്രാം. ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ടൊരു
കോഡ് റൈറ്റ് ചെയ്യുമ്പം അല്ലെങ്കിൽ സോഴ്സ് കോഡ് റൈറ്റ് ചെയ്യുമ്പം അതിൽ യൂസ് ചെയ്യുന്ന സെറ്റ് ഓഫ് റൂൾസ് അല്ലെങ്കിൽ ഗൈഡ് ലൈൻസിനെയാണ് ഈ കോഡിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത്. എ കൺസിസ്റ്റന്റ് കോഡിംഗ് സ്റ്റൈൽ is important for improving code readability, maintainability, and collaboration among developers. Different programming languages and communities often have their own preferred coding styles. ഒരു കൺസിസ്റ്റന്റ് കോഡിംഗ് സ്റ്റൈല് ഒരു കോഡറിന് അത്യാവശ്യമാണ്, അല്ലെങ്കിൽ ഒരു ഡെവലപ്പറിന് അത്യാവശ്യമുള്ള കാര്യമാണ്. കാരണം അത് കോഡ് റീഡബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യും, അതേപോലെ തന്നെ മെയിൻറ്റൈനബിലിറ്റിയും ഡെവലപ്പേഴ്സിന് തമ്മിലുള്ള കൊളാബറേഷനും ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ ഈ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള കോഡിംഗ് സ്റ്റൈൽ ഹെൽപ്പ് ചെയ്യും. ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് സം കോമൺ ആസ്പെക്ട്സ് ഓഫ് ദി കോഡിംഗ് സ്റ്റൈൽ, കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കോഡിംഗ് സ്റ്റൈൽസിനെ പറ്റിയിട്ടാണ്. അതിൽ ആദ്യത്തത് ഇൻഡനേഷൻ ആൻഡ് ഫോർമാറ്റിംഗ്. അറിയാലോ ഇൻഡനേഷൻ എന്താണ്? യൂസ് കൺസിസ്റ്റന്റ് ഇൻഡനേഷൻ ടു ഡിനോട്ട് ബ്ലോക്ക് സ്ട്രക്ചർ. ഒന്നെങ്കിൽ സ്പേസ് അല്ലെങ്കിൽ ടാബ് യൂസ് ചെയ്യാം. കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. എത്ര യൂസ് ചെയ്യുന്ന അതേപോലെ തന്നെ ആ പ്രോഗ്രാമിൽ ഉടനീളം കഴിയുന്നത് വരെ ഇൻഡനേഷൻ യൂസ് ചെയ്യാം. ചൂസ് എ സ്പെസിഫിക് ഇൻഡനേഷൻ വിഡ്ത്ത് ആൻഡ് സ്റ്റിക്ക് ഇറ്റ് ടു ത്രൂ ഔട്ട് ദി കോഡ് ബേസ്. അതായത് ഇപ്പം ഒരു ഇൻഡനേഷൻ ഞാനിപ്പോൾ 4 സ്പേസാണ് എടുത്തിട്ടുള്ളത് എങ്കിൽ ആ കോഡിൻ്റെ അവസാനം വരെയും ഇൻഡനേഷൻ യൂസ് ചെയ്യുമ്പം അത്രയും സ്പേസ് തന്നെ കൊടുക്കണം. യൂസ് കൺസിസ്റ്റൻറ്റ് ബ്രേസസ് പ്ലേസ്മെൻറ്റ്. ബ്രേസസ് കൊടുക്കുന്നതിലും ഇതേപോലെ തന്നെ കൺസിസ്റ്റൻസി കൊണ്ടുവരിക. ഈ കൺട്രോൾ സ്ട്രക്ചേഴ്സിൽ നമ്മൾ ബ്രേസസ് യൂസ് ചെയ്യുമല്ലോ. അപ്പം ഒന്നെങ്കിൽ സെയിം ലൈനിൽ അല്ലെങ്കിൽ ന്യൂ ലൈനിൽ ബ്രേസസ് കൊടുത്തിട്ട് അതും കൺസിസ്റ്റൻ്റ് ആയിട്ട് കീപ്പ് ചെയ്യുക. അടുത്തത് നെയിമിംഗ് കൺവെൻഷൻസ്. യൂസ് മീനിങ്ഫുൾ ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് നെയിംസ് ഫോർ വേരിയബിൾസ്, ഫംഗ്ഷൻസ്, ക്ലാസസ് ആൻഡ് അതർ ഐഡൻറ്റിഫയേഴ്സ്. ഈ വേരിയബിൾസിനും ഫംഗ്ഷൻസിനും ക്ലാസസിനും ഒക്കെ ഒരു മീനിങ് ആയിട്ട് അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള നെയിം കൊടുക്കുക. അതായത് ഇപ്പം ജസ്റ്റ് വിന്നോ ബിന്നോ ഒന്നും കൊടുക്കാതെ ഒരു ആ കോഡായിട്ട് എന്താണ് റിലേറ്റഡ് ആയിട്ടുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാൻ നോക്കുക. അടുത്തത് ഫോളോ നെയിമിംഗ് കൺവെൻഷൻ സ്പെസിഫിക് ടു ദ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഓരോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും ഓരോ പോലെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആ ലാംഗ്വേജിനെ എന്താ പറയുക പറ്റിയിട്ടുള്ള നെയിമിംഗ് കൺവെൻഷൻസ് യൂസ് ചെയ്യുക. അവോയ്ഡ് സിംഗിൾ ലെറ്റർ വേരിയബിൾ നെയിംസ്. നേരത്തെ പറഞ്ഞ പോലെ സിംഗിൾ ലെറ്റേഴ്സ് ആയിട്ടുള്ള എ ബി അങ്ങനെയുള്ളതൊന്നും കൊടുക്കാതിരിക്കുക. അടുത്തത് നെസ്റ്റിംഗ്. വെർ പോസിബിൾ ഡീപ്പ് നെസ്റ്റിംഗ് ഷുഡ് ബി അവോയ്ഡ്. അതായത് ഡീപ്പ് നെസ്റ്റിംഗ്, നമ്മൾ നെസ്റ്റിംഗ് യൂസ് ചെയ്യുന്നതാണ്, ലൂപ്പിനുള്ളിൽ വേറെ ലൂപ്പ് യൂസ് ചെയ്യുന്നൊക്കെയാണ്. അപ്പം ഡീപ്പായിട്ട് ഇങ്ങനെ കൊടുക്കുന്നത് അവോയ്ഡ് ചെയ്യുക. കാരണം ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രോഗ്രാം ലോജിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. യൂസർ ഡിഫൈൻഡ് ടൈപ്സ്. യൂസിങ് സച്ച് എ ടൈപ്പ് മേക്സ് ദ പ്രോഗ്രാം മച്ച് ക്ലിയർ. കൂടുതൽ യൂസർ ഡിഫൈൻഡ് ടൈപ്സ് യൂസ് ചെയ്യാൻ നോക്കുക. കാരണം അതുകൊണ്ട് തന്നെ പ്രോഗ്രാം കൂടുതൽ ക്ലിയർ ആവും. അടുത്തത് മൊഡ്യൂൾ സൈസ്. ദ മൊഡ്യൂൾ സൈസ് ഷുഡ് ബി യൂണിഫോം. അതായത് മൊഡ്യൂൾ സൈസ് ഒരു യൂണിഫോം ആയിട്ട് കൊണ്ടുപോവുക. അതായത് കൂടുതൽ വലുതോ അല്ലെങ്കിൽ ചെറുതോ ആവാതെ നോക്കുക. ഗിവ് ഇമ്പോർട്ടൻസ് ടു എക്സെപ്ഷൻസ്. എക്സെപ്ഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ജാവയിൽ നമ്മളിപ്പം എക്സെപ്ഷൻസിനൊക്കെ പറ്റി പഠിച്ചല്ലോ. എ പ്രോഗ്രാമർ ഷുഡ് കൺസിഡർ ഓൾ പോസിബിലിറ്റീസ് ആൻഡ് റൈറ്റ് സ്യൂട്ടബിൾ എക്സെപ്ഷൻ ഹാൻഡ്ലേഴ്സ് ടു പ്രിവെൻറ്റ് ഫെയിലിയേഴ്സ്. എല്ലാ തരത്തിലും ഫെയിലിയേഴ്സ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള എക്സെപ്ഷൻ എന്തായാലും കൊടുക്കുക. ലാസ്റ്റ്, കൺട്രോൾ കൺസ്ട്രക്ട്സ്. ഇറ്റ് ഈസ് ഡിസൈറബിൾ ദാറ്റ് ആസ് മച്ച് ആസ് പോസിബിൾ സിംഗിൾ എൻട്രി സിംഗിൾ എക്സിറ്റ് കൺസ്ട്രക്ട്സ് ബി യൂസ്ഡ്. അതായത് മാക്സിമം സിംഗിൾ എൻട്രി സിംഗിൾ എക്സിറ്റ് കൺസ്ട്രക്ട്സ് യൂസ് ചെയ്യാൻ നോക്കുക. അടുത്തത് കോഡിംഗ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഗൈഡ് ലൈൻസ്. ഇതെന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് എ സെറ്റ് ഓഫ് റൂൾസ്, കൺവെൻഷൻസ് ആൻഡ് ബെസ്റ്റ് പ്രാക്ടീസസ് ദാറ്റ് ഡെവലപ്പേഴ്സ് ഫോളോ വെൻ റൈറ്റിംഗ് കോഡ്. ഒരു ഡെവലപ്പർ ഒരു കോഡ് റൈറ്റ് ചെയ്യുമ്പോൾ ഫോളോ ചെയ്യേണ്ട റൂൾസും കൺവെൻഷൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ പോർഷനിൽ വരുന്നത്. These standards ensure consistency, readability, and maintainability across a code base, especially in projects involving a multiple developers. ഇങ്ങനെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ പ്രോഗ്രാമിൻ്റെ അല്ലെങ്കിൽ കോഡിൻ്റെ കൺസിസ്റ്റൻസിയും റീഡബിലിറ്റിയും മെയിൻറ്റനബിലിറ്റി ഒക്കെ ഉറപ്പാക്കും. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ഡെവലപ്പേഴ്സ് ഉള്ള പ്രോജക്ട്സ് ഒക്കെ ആണെങ്കിൽ, അതായത് ഒന്നിൽ കൂടുതൽ ഡെവലപ്പേഴ്സ് ഒക്കെ ഉള്ള പ്രോജക്ട്സ് ഒക്കെ ആണെങ്കിൽ അവർ തമ്മിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ, അതായത് ഇപ്പം ഓരോരുത്തർക്കും കോഡ് മനസ്സിലാക്കാനും അല്ലെങ്കിൽ അത് റീഡ് ചെയ്യാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. An important thing to remember coding standards that many programmers seem to forget is that coding standards are not an abstract idea. അതായത് ഒരു അബ്സ്ട്രാക്റ്റ് ഐഡിയ മാത്രമല്ല ഈ കോഡിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ഇൻഫാക്ട് മെനി കമ്പനീസ് ആൻഡ് പ്രാക്ടിക്കലി ഓൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എ കോഡിംഗ് സ്റ്റാൻഡേർഡ് ഈസ് എ ഫിസിക്കൽ ഡോക്യുമെന്റ് ആൻഡ് ഇസ് വൈറ്റൽ ഫോർ പ്രൊഡ്യൂസിങ് യൂണിഫോം കോഡ്. അതായത് എല്ലാ ഒരുവിധം എല്ലാ കമ്പനികൾക്കും അതേപോലെ തന്നെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും ഒക്കെ ഈ കോഡിംഗ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ഡോക്യുമെന്റ് തന്നെയാണ്. അതായത് ഒരു യൂണിഫോം കോഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വൈറ്റലാണ്. To give an idea about the types of coding standards that are being used, some of the commonly adopted general coding standards and guidelines are discussed here. അതായത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്, അതായത് ഇപ്പം കോമൺ ആയിട്ട് ഉള്ള കാര്യങ്ങളൊക്കെയാണ് പറയാൻ പോകുന്നത്. അതിലാദ്യം വരുന്നത് റെപ്രസെൻറ്റേറ്റീവ് കോഡിംഗ് സ്റ്റാൻഡേർഡ്സ് ആണ്. അതുപോലെ തന്നെ നമുക്ക് റെപ്രസെൻറ്റേറ്റീവ് കോഡിംഗ്
ഗൈഡ് ലൈൻസും പറയാനുണ്ട്. ആദ്യം സ്റ്റാൻഡേർഡ്സ് പറയാം. ഇതിൽ വരുന്നത് ഇൻറ്റർനേഷൻ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രോപ്പർ ആൻഡ് കൺസിസ്റ്റൻറ്റ് ഇൻറ്റർനേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ പ്രൊഡ്യൂസിങ് ഈസി ടു റീഡ് ആൻഡ് മെയിൻറ്റെയിനബിൾ പ്രോഗ്രാംസ്. ഈസി ആയിട്ട് റീഡ് ചെയ്യാനും അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റുന്ന ഒരു പ്രോഗ്രാമിൽ പ്രോപ്പറായിട്ടും കൺസിസ്റ്റൻ്റ് ആയിട്ടുമുള്ള ഇൻറ്റർനേഷൻ അത്യാവശ്യമാണ്. ഇൻറ്റൻറ്റിങ് ബൈ 3 or 4 സ്പേസസ് ഇസ് കൺസിഡേർഡ് ടു ബി അഡ്വക്കേറ്റ്. 3 അല്ലെങ്കിൽ 4 സ്പേസസ് കൊടുക്കുന്നതാണ് ഏറ്റവും എന്താ പറയുക അഡ്വക്കേറ്റ് എന്നാണെന്ന് പറയുന്നത്. ഇൻറ്റർനേഷനിൽ 3 or 4 സ്പേസസ് ആണ് മെയിനായിട്ട് യൂസ് ചെയ്യേണ്ടത്. അത്രയും അങ്ങനെ യൂസ് ചെയ്താൽ നല്ലത്. അടുത്തത് സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ്. സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ് എന്താ നമ്മൾ ഫസ്റ്റ് പറഞ്ഞു. സ്ട്രക്ചേർഡ് കോഡിംഗ് എന്താണെന്ന് പറഞ്ഞു. ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് ഷാൾ നോട്ട് ബി യൂസ്ഡ് ആസ് ദ ലീഡ് ടു സ്പെഗറ്റി കോഡ്. അതായത് ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യരുത്, കാരണം അത് സ്പെഗറ്റി കോഡായിട്ട് മാറാം. സ്പെഗറ്റി കോഡ് എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് ഫ്രേസ് ആണ്. അതായത് സ്ട്രക്ചേർഡ് പ്രോഗ്രാമിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റ് അൺസ്ട്രക്ചേർഡ് പ്രോഗ്രാമിലേക്ക് അത് ലീഡ് ചെയ്യും. ക്ലാസസ്, സബ് റൊട്ടീൻസ്, ഫങ്ഷൻസ് ആൻഡ് മെത്തേഡ്സ്. ഇതിൻ്റെയൊക്കെ കാര്യത്തിൽ കീപ് സബ് റൊട്ടീൻസ്, ഫങ്ഷൻസ് ആൻഡ് മെത്തേഡ്സ് റീസണബിളി സൈസ്ഡ്. ദിസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ലാംഗ്വേജ് ബീയിങ് യൂസ്ഡ്. അതായത് ഈ സബ് റൊട്ടീൻസും ഫങ്ഷൻസും മെത്തേഡ്സും ഒക്കെ റീസണബിൾ ആയിട്ടുള്ള ഒരു സൈസിലായിരിക്കണം. നേരത്തെ പറഞ്ഞു. അതിപ്പം ഓരോ ലാംഗ്വേജിലും ഓരോ പോലെ ഇരിക്കും. അപ്പോൾ ലാംഗ്വേജിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും ഈ കാര്യം. സോഴ്സ് ഫയൽസ്. ദർ ആർ കൺവെൻഷൻസ് ഓൺ ഹൗ ഫയൽ ഷുഡ് ബി നെയിംഡ് ആൻഡ് വാട്ട് ഫയൽ ഷുഡ് കണ്ടെയ്ൻ. അതായത് ഫയൽ എങ്ങനെ നെയിം ചെയ്യണം അല്ലെങ്കിൽ ആ ഫയൽ എന്ത് കണ്ടെയ്ൻ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉള്ള റൂൾസാണ് ഈ സോഴ്സ് ഫയൽസിൽ വരുന്നത്. സോഴ്സ് ഫയൽസിൻ്റെ കാര്യത്തിൽ വരുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇപ്പം ജാവേൻ്റെ ഫയലാണെങ്കിൽ .java എന്നുള്ള എക്സ്റ്റൻഷനിൽ നമ്മൾ സേവ് ചെയ്യണം. അതേപോലെ തന്നെ ഈച്ച് ഫയൽ ഷുഡ് കണ്ടെയ്ൻ വൺ ഔട്ടർ ക്ലാസ് ആൻഡ് ദ ക്ലാസ് നെയിം ഷുഡ് ബി സെയിം ആസ് ദി ഫയൽ നെയിം എക്സെട്ര. ഫയൽ നെയിമിന് അതേ നെയിമിനെ ഇരിക്കണം, ക്ലാസ് നെയിമിനും ഒരു ഔട്ടർ ക്ലാസ് കണ്ടെയ്ൻ ചെയ്യണം. അങ്ങനെയുള്ള ഫയലിൻ്റെ കാര്യങ്ങളിലുള്ള റൂൾസാണ്. അടുത്തത് നെയിമിംഗ് കൺവെൻഷൻസ്. നെയിമിംഗ് കൺവെൻഷൻസിൽ വരുന്നത് നെയിം കൊടുക്കുന്നതിൽ വരുന്ന റൂൾസ്. അതായത് പാക്കേജ് നെയിം ഷുഡ് ബി ഇൻ ലോവർ കേസ്. പാക്കേജ് നെയിം ലോവർ കേസിലായിരിക്കണം. ടൈപ്പ് നെയിംസ് ഷുഡ് ബി നൗൺസ് ആൻഡ് ഷുഡ് സ്റ്റാർട്ട് വിത്ത് അപ്പർ കേസ്. അപ്പർ കേസിൽ സ്റ്റാർട്ട് ചെയ്യുന്ന നൗൺസ് ആയിരിക്കണം ടൈപ്പ് നെയിംസ്. അതുപോലെ തന്നെ കോൺസ്റ്റന്റ് നെയിം ഷുഡ് ബി ഓൾ അപ്പർ കേസ്. മൊത്തം അപ്പർ കേസിൽ കൊടുക്കണം കോൺസ്റ്റന്റ് നെയിംസ്. മെത്തേഡ് നെയിം ഷുഡ് ബി വേർബ്സ് സ്റ്റാർട്ടിങ് വിത്ത് ലോവർ കേസ്. ലോവർ കേസിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർബ്സ് ആയിരിക്കണം മെത്തേഡ്സിന് കൊടുക്കേണ്ടത്. എക്സെപ്ഷൻ ക്ലാസ് ഷുഡ് ബി സഫിക്സ്ഡ് വിത്ത് എക്സെപ്ഷൻ. എക്സെപ്ഷൻ ക്ലാസ്സിന് സഫിക്സ് ആയിട്ട് എക്സെപ്ഷൻ കൊടുക്കണം. അതുപോലെ തന്നെ പ്രൈവറ്റ് ക്ലാസ് വേരിയബിൾ ഷുഡ് ഹാവ് ദി അണ്ടർസ്കോർ സഫിക്സ്. പ്രൈവറ്റ് ക്ലാസ് വേരിയബിൾസിന് അണ്ടർസ്കോർ സഫിക്സ് കൊടുക്കണം. അതുപോലെ നെയിമിങ്ങിൽ വരുന്ന കാര്യങ്ങളാണ് നെയിമിംഗ് കൺവെൻഷൻസിൽ വരുന്നത്. അടുത്തത് യൂസ് ഓഫ് ബ്രേസസ്. വിച്ച് എവർ സ്റ്റൈൽ ഈസ് യൂസ്ഡ് ബി ഷുവർ ടു ബി കൺസിസ്റ്റൻറ്റ് ത്രൂ ഔട്ട് ദി കോഡ്. ഏതൊക്കെ സ്റ്റൈൽ യൂസ് ചെയ്താലും അത് ത്രൂ ഔട്ട് ദ കോഡിൽ അത് കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. നമ്മൾ ഓരോരുത്തരും ഓരോ സ്റ്റൈലിരിക്കും യൂസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റൈല് ആ കോഡിൽ മൊത്തമായിട്ട് അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് കീപ്പ് ചെയ്യുക. ബ്രേസസ് ഷാൾ ബി യൂസ്ഡ് ഈവൻ വെൻ ദർ ഈസ് ഓൺലി വൺ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ദി കൺട്രോൾ ബ്ലോക്ക്. അവിടെ ബാക്കല്ല ശരിക്കും ബ്ലോക്കാണ്. ബ്രേസസ് ഒരു ആ കൺട്രോൾ ബ്ലോക്കിൽ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ പോലും ബ്രേസസ് യൂസ് ചെയ്യാം. അതൊരു ബെസ്റ്റ് മെത്തേഡാണ്. റൂൾസ് ഫോർ ലിമിറ്റിംഗ് ദ യൂസ് ഓഫ് ഗ്ലോബൽസ്. അതായത് ഗ്ലോബൽസ് യൂസ് ചെയ്യുന്നതിലുള്ള ലിമിറ്റായിട്ട് യൂസ് ചെയ്യുന്നതിനുള്ള റൂൾസാണ്. ദീസ് റൂൾസ് വർ ലിസ്റ്റ് വാട്ട് ടൈപ്സ് ഓഫ് ഡാറ്റ ക്യാൻ ബി ഡിക്ലെയർ ഗ്ലോബൽ ആൻഡ് വാട്ട് കനോട്ട് വിത്ത് എ വ്യൂ ഓഫ് ലിമിറ്റ് ദ ഡാറ്റ ദാറ്റ് നീഡ്സ് ടു ബി ഡിഫൈൻഡ് വിത്ത് ഗ്ലോബൽ സ്കോപ്പ്. അതായത് ഇപ്പം ഗ്ലോബലായിട്ട് ഏതൊക്കെ ഡാറ്റ ഡിക്ലെയർ ചെയ്യാൻ പാടില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. അടുത്തത് കമൻറ്റിങ് ആൻഡ് ലേഔട്ട്. ക്ലിയർ കൺസൈസ് കമൻസ്. കമൻസ് യൂസ് ചെയ്യുമ്പം എന്താ ഒരു ക്ലിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള കാര്യം കൊടുക്കുക കമൻറ്റിൽ. ലേഔട്ട് ഗൈഡ് ലൈൻസ് ഫോക്കസ് ഓൺ ഹൗ എ പ്രോഗ്രാം ഷുഡ് ബി ഇൻ്റർനെറ്റ് യൂസ് ബ്ലാങ്ക് ലൈൻസ് വൈറ്റ് സ്പേസസ് എക്സെട്ര. അതായത് ഇൻ്റർനേഷൻ ബ്ലാങ്ക് ലൈൻസ് കൊടുക്കുന്നത് വൈറ്റ് സ്പേസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ലേഔട്ട് ഗൈഡ് ലൈൻസിൽ വരുന്നത്. അടുത്തത് കമ്പൈലർ വാർണിംഗ്. കമ്പൈലർ വാർണിംഗ് ബോത്ത് വാർണിംഗ്സ് ആൻഡ് എറേഴ്സ് ഷുഡ് ബി ട്രീറ്റഡ് സീരിയസ്ലി. വാർണിംഗ്സും എറേഴ്സും സീരിയസ് ആയിട്ട് തന്നെ കാണണം. ആസ് ദേ ക്യാൻ ഇമ്പാക്ട് ദ കോഡ് ബിഹേവിയർ ആൻഡ് റിലയബിലിറ്റി. ഇങ്ങനെയുള്ള എറേഴ്സും വാർണിംഗ്സും ഒക്കെ ആ കോഡിൻ്റെ ബിഹേവിയറിനെയും റിലയബിലിറ്റിനെയും ഒക്കെ ബാധിക്കാം. അതുകൊണ്ട് തന്നെ അത് രണ്ടും സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം. ഡെവലപ്പേഴ്സ് ഷുഡ് റെഫർ ടു കോംപ്ലക്സ് ഡോക്യുമെൻറ്റേഷൻ ടു യൂട്ടിലൈസ് കോഡ് ചെക്കിംഗ് ഓപ്ഷൻസ് എഫക്റ്റീവ്ലി. അതുകൊണ്ട് തന്നെ ഡെവലപ്പേഴ്സ് കോംപ്ലക്സ് ഡോക്യുമെൻറ്റേഷൻ ഒക്കെ റെഫർ ചെയ്തിട്ട് ഈ എഫക്റ്റീവായിട്ട് തന്നെ ഈ കോഡ് ചെക്കിങ് യൂട്ടിലൈസ് ചെയ്യുക. അടുത്തത് ഈ റെപ്രസെൻറ്റേറ്റീവ് കോഡിംഗ് ഗൈഡ് ലൈൻസ് ആണ് പറയാനുള്ളത്. അതിൽ
ഇപ്പം ഒരുപാട് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻസ് ഉണ്ട്. അവരൊക്കെ റെക്കമെൻഡ് ചെയ്യുന്ന കോമൺ ആയിട്ടുള്ള കുറച്ച് ഗൈഡ് ലൈൻസ് ആണിത്. അതിലൊന്നാമത്തത് ഡോണ്ട് ബി ടു ക്ലെവർ. കോഡ് ഷുഡ് ബി ഈസി ടു അണ്ടർസ്റ്റാൻഡ്. ക്ലെവർ കോഡിംഗ് ക്യാൻ ഒബ്സ്ക്യൂർ മീനിങ് ഓഫ് ദി കോഡ് ആൻഡ് റെഡ്യൂസ് അണ്ടർസ്റ്റാൻഡബിലിറ്റി. അതായത് കൂടുതൽ ക്ലെവർ ആയിട്ട് കോഡ് ചെയ്യാതിരിക്കുക. അതായത് ഇപ്പം ഭയങ്കര വലിയ ലോജിക്കൊന്നും കൊണ്ടുവരാതിരിക്കുക. കാരണം അത് ആ കോഡിനെ മനസ്സിലാക്കുന്ന ഇത് കുറയ്ക്കും. അതായത് ഡിഫിക്കൾട്ട് ആവും അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ. Avoid obscure side effects. An obscure side effect is the one that is not obvious from a casual examination of the code. അതായത് കാഷ്വൽ എക്സാമിനേഷൻ ഓഫ് ദി കോഡിൽ ഒബ്വിയസ് അല്ലാത്തതൊക്കെയാണ് എന്ത് ഒബ്സ്ക്യൂർ സൈഡ് എഫക്റ്റ് എന്ന് പറയും. അത് മാക്സിമം അവോയ്ഡ് ചെയ്യുക, അതായത് ഒഴിവാക്കുക. ഇറ്റ് മേക്സ് ഡിഫിക്കൾട്ട് അണ്ടർസ്റ്റാൻഡ് എ പീസ് ഓഫ് കോഡ്. ആ ഒരു പീസ് ഓഫ് കോഡ് മനസ്സിലാക്കാൻ അത് ഡിഫിക്കൾട്ട് ആവും അങ്ങനെയുള്ള ഒബ്സ്ക്യൂർ സൈഡ് എഫക്ട്സ് വരികയാണെങ്കിൽ. ഡു നോട്ട് യൂസ് എൻ ഐഡൻറ്റിഫയർ ഫോർ മൾട്ടിപ്പിൾ പർപ്പസസ്. ഒരു ഐഡൻറ്റിഫയർ തന്നെ മൾട്ടിപ്പിൾ പർപ്പസസിന് യൂസ് ചെയ്യാതിരിക്കുക. അടുത്തത് സ്പേസിങ്. ദ പ്രോപ്പർ യൂസ് ഓഫ് സ്പേസസ് വിതിൻ എ ലൈൻ ഓഫ് കോഡ് ക്യാൻ എൻഹാൻസ് റീഡബിലിറ്റി. അതായത് പ്രോപ്പറായിട്ട് ഓരോ ലൈനിലും കൊടുക്കുന്ന സ്പേസസ് ആ കോഡിൻ്റെ റീഡബിലിറ്റി എൻഹാൻസ് ചെയ്യും. അടുത്തത് റാപ്പിംഗ് ലൈൻസ്. വെൻ ആൻ എക്സ്പ്രഷൻ വിൽ നോട്ട് ഫിറ്റ് ഓൺ എ സിംഗിൾ ലൈൻ. അതായത് ഒരു എക്സ്പ്രഷൻ ഒരു സിംഗിൾ ലൈനിൽ ഫിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതെങ്ങനെ കൊടുക്കാം എന്നാണ് പറയുന്നത്. ഇവിടെ 4 കാര്യം പറഞ്ഞിട്ടുണ്ട് മേജറായിട്ടുള്ള. അതിലൊന്ന് പറയുന്നത് ബ്രേക്ക് ആഫ്റ്റർ എ കോമ. ഒരു കോമയ്ക്ക് ശേഷം ബ്രേക്ക് ചെയ്യുക. അല്ലെങ്കിൽ ബ്രേക്ക് ആഫ്റ്റർ ആൻ ഓപ്പറേറ്റർ. ഓപ്പറേറ്ററിന് ശേഷം ബ്രേക്ക് ചെയ്യുക. പ്രിഫർ ഹൈ ലെവൽ ബ്രേക്സ് ടു ലോവർ ലെവൽ ബ്രേക്സ്. അതായത് ഹൈ ലെവൽ ബ്രേക്സ് നിന്ന് ലോവർ ലെവൽ ബ്രേക്സിലേക്കാണ് പ്രിഫർ ചെയ്യുന്നത്. അതായത് മുകളിലുള്ളത് വലുതും പിന്നെ താഴെയുള്ളതൊക്കെ ചെറുതായിട്ടാണ് പ്രിഫർ ചെയ്യുന്നത്. അലൈൻ ദ ന്യൂ ലൈൻ വിത്ത് ദ ബിഗിനിങ് ഓഫ് ദി എക്സ്പ്രഷൻ അറ്റ് ദ സെയിം ലെവൽ ഓൺ ദി പ്രീവിയസ് ലൈൻ. അതായത് പുതിയ ലൈന് പഴയ ലൈനിൻ്റെ ബിഗിനിങ്ങിൽ എങ്ങനെയാണോ ബിഗിനിങ് അതേപോലെ തന്നെ കൊടുക്കാൻ നോക്കുക. അതായത് സെയിം ലൈനിൽ തന്നെ കൊടുക്കാൻ നോക്കുക. സെയിം ലൈൻ മീൻസ് തൊട്ട് മുന്നത്തെ ലൈന് എവിടെ നിന്നാണോ തുടങ്ങുന്നത് അടുത്ത ലൈനും അതേ സ്ഥലത്ത് നിന്ന് തന്നെ തുടങ്ങാൻ നോക്കുക. അങ്ങനെ ഈ 4 കാര്യമാണ് ഒരു എക്സ്പ്രഷൻ ഒരു സിംഗിൾ ആയിട്ടുള്ള ലൈനിൽ ഫിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എങ്ങനെ ബ്രേക്ക് ചെയ്യണം എന്ന് പറയുന്നത്. അടുത്തത് യൂസ് ഓഫ് പാരാന്തസിസ്. പാരാന്തസിസ് ലിബറലായിട്ട് നമുക്ക് യൂസ് ചെയ്യാം കോഡിൽ ത്രൂ ഔട്ട്. അടുത്തത് ഇൻലൈൻ കമൻറ്റ്സ്. ഇറ്റ് പ്രൊമോട്ട്സ് പ്രോഗ്രാം റീഡബിലിറ്റി. ഇൻലൈൻ കമൻറ്റ്സ് കോഡിൻ്റെ റീഡബിലിറ്റി അല്ലെങ്കിൽ പ്രോഗ്രാമിൻ്റെ റീഡബിലിറ്റി കൂടുതൽ പ്രൊമോട്ട് ചെയ്യും. മീനിങ് എറർ മെസ്സേജസ്. എറർ മെസ്സേജസ് എന്തൊക്കെയായാലും ഒരു മീനിങ് ആയിട്ടുള്ള കാര്യം കൊടുക്കാൻ നോക്കുക. അടുത്തത് റീസണബിളി സൈസ്ഡ് ഫങ്ഷൻസ് ആൻഡ് മെത്തേഡ്. നമ്മൾ പറഞ്ഞു ഒരു റീസണബിൾ ആയിട്ടുള്ള സൈസിലായിരിക്കണം ഫങ്ഷൻസും മെത്തേഡ്സും എല്ലാം. മിനിമൽ നമ്പർ ഓഫ് റൂട്ടീൻസ് പെർ ഫയൽ. ദിസ് ഈസ് ഓൺലി ആപ്ലിക്കബിൾ ടു പ്രൊസീജിയറൽ ലാംഗ്വേജസ് സച്ച് ആസ് സി. സി പോലുള്ള പ്രൊസീജിയറൽ ലാംഗ്വേജസിലാണ് ഇത് ആപ്ലിക്കബിൾ ആവുക. അതായത് ഓരോ ഫയലിലെയും റൊട്ടീൻസ് മിനിമൽ നമ്പേഴ്സ് ആക്കി മാറ്റാം. കോഡിംഗ് എഫിഷ്യൻസി വേഴ്സസ് കോഡിംഗ് റീഡബിലിറ്റി. The programmer needs to carefully weigh efficiency gains versus program complexity and readability. ഒരു പ്രോഗ്രാമിങ്ങിൽ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കാര്യമാണ് എഫിഷ്യൻസിയും അതേപോലെ തന്നെ റീഡബിലിറ്റിയും. ഒരു പ്രോഗ്രാമർ ഇത് രണ്ടും ഒരുപോലെ തന്നെ കൈകാര്യം ചെയ്യണം. അത് എഫിഷ്യൻ്റും ആയിരിക്കണം അതേപോലെ തന്നെ റീഡബിലിറ്റിയും ഉണ്ടായിരിക്കണം. അതായത് കൂടുതൽ റീഡബിൾ ആവാൻ വേണ്ടി കോഡ് ചെയ്ത് പക്ഷേ എഫിഷ്യൻസി കുറയുകയും ചെയ്യരുത്. എഫിഷ്യൻസി ഉണ്ടാവുകയും ചെയ്യണം പക്ഷെ അത് റീഡബിൾ ആയിരിക്കണം. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.